ഈ പ്രധാനമായിട്ട് ഇപ്പോൾ സംഭൽ മസ്ജിദിൻ്റെ ആ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കോടതി രേഖകളെല്ലാം തർക്കമന്ദിർ എന്നാക്കി മാറ്റണം എന്നുള്ള ഒരു നിർദ്ദേശം അലഹബാദ് ഹൈക്കോടതിയിൽ സ്വീകരിച്ചിട്ടുണ്ട്. അത് സ്റ്റെനോഗ്രാഫറോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ആ തരത്തിലുള്ളൊരു പേരാണ് ഇനി നിർദ്ദേശിക്കേണ്ടത്. ഇത് നേരത്തെ ഈ ബാബറി മസ്ജിദിൻ്റെ കേസുമായി ബന്ധപ്പെട്ടും അന്ന് തന്നെ ഇത്തരത്തിലുള്ളൊരു തർക്കമന്ദിർ എന്നുള്ളൊരു നിർദ്ദേശം ഉണ്ടാകുകയും പിന്നീട് അതെന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു നിലപാട് ഹൈക്കോടതി തന്നെ അലഹബാദ് ഹൈക്കോടതി തന്നെ സ്വീകരിക്കുമ്പോൾ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോകണോ എന്നുള്ളൊരു കാര്യം മസ്ജിദ് കമ്മിറ്റി ആലോചിക്കുന്നുണ്ട്. കാര്യം മസ്ജിദ് കമ്മിറ്റിയുടെ കടുത്ത എതിർപ്പിനെ അവഗണിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഇതുകൂടാതെ നമ്മൾ സുപ്രീം കോടതിയിലേക്ക് ഇന്ന് പരിഗണിക്കുന്ന വാർത്തകൾ പരിശോധിക്കുമ്പോൾ പി ജയരാജൻ്റെ വധശ്രമ കേസുമായി ബന്ധപ്പെട്ട ഹർജി ഇന്നുണ്ട്. അതായത് 1999 ഓഗസ്റ്റ് 25 തിരുവോണ നാളിലാണ് CPM നേതാവായിട്ടുള്ള പി ജയരാജനെ വീട്ടിൽ കയറി വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചത്. അദ്ദേഹം തലനാരിഴക്ക് രക്ഷപ്പെടുകയായിരുന്നു. പക്ഷേ പിന്നീട് കേസ് നടത്തിപ്പ് നമ്മൾ കാണുമ്പോൾ 9 പ്രതികളിൽ 8 പേരെയും പിന്നീട് വെറുതെ വിടുകയും ഒരാളുടെ ശിക്ഷ 1 വർഷമായി കുറയ്ക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെയാണ് പി ജയരാജനും സംസ്ഥാന സർക്കാരും സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത്. ആശാ വർക്കർമാരുടെ ഒരു സമരം, അതിൻ്റെ ഒരു അലയൊലി ഡൽഹിയിലും ഉണ്ടായിരിക്കുകയാണ്. കാരണം കേന്ദ്ര സർക്കാർ പറയുന്നത് കേന്ദ്ര സർക്കാർ പണം നൽകി, മാത്രമല്ല 120 കോടി രൂപ ആശാ വർക്കർമാർക്കും അംഗനവാടിക്കാർക്കും നൽകാൻ വേണ്ടിയുള്ള ഒരു തുക നൽകി എന്നുള്ളത് തന്നെയാണ്. പക്ഷേ സംസ്ഥാനം അതിനെ നിരന്തരം എതിർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ തുക ഒരു കാരണവശാലും വക മാറ്റി ചെലവഴിക്കാൻ പറ്റാത്ത തുകയാണ് എന്നുള്ളൊരു കാര്യമാണ് സംസ്ഥാനം അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു പത്രക്കുറിപ്പ് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഒരു കേന്ദ്ര സർക്കാരും ചെയ്യാത്ത തരത്തിൽ ഒരു പിണറായി വിജയൻ സർക്കാരിനെ LDF സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ്, ധനകാര്യം മിസ്മാനേജ്മെൻറ്റ് കൊണ്ടാണ് ആശമാരുടെ ഇത്തരത്തിലുള്ള ശമ്പളം കുടിശ്ശികയായി വരുന്നത് എന്നുള്ളൊരു പത്രക്കുറിപ്പാണ് ഇറക്കിയിരിക്കുന്നത്. ഈ പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത് ഏത് മന്ത്രാലയമാണ് എന്നുള്ളൊരു കാര്യം വ്യക്തമാക്കിയിട്ടില്ല. ധനമന്ത്രാലയമാണോ ആരോഗ്യ മന്ത്രാലയമാണോ എന്നുള്ളൊരു കാര്യം പോലും വ്യക്തമാക്കിയിട്ടില്ല. ഏതായാലും പി സന്തോഷ് കുമാർ MP ഇന്നിപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയെ കാണാൻ വേണ്ടി അവസരം ചോദിച്ചിട്ടുണ്ട്. ഇന്നലെ സുരേഷ് ഗോപിയാണെന്ന് കേന്ദ്ര സഹമന്ത്രി കണ്ടത്. അതിനുശേഷം JP നദ്ദ അദ്ദേഹത്തോട് പറഞ്ഞത് ഇത് കേരളത്തിൻ്റെ വീഴ്ചയാണെന്നാണ്. പക്ഷേ കേരളത്തിൻ്റെ വീഴ്ചയല്ല, കേന്ദ്രം തുക നൽകാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ആശമാർക്ക് പണം വർദ്ധിപ്പിക്കാൻ കഴിയാത്തത്. മാത്രമല്ല തുക എപ്പോഴും നൽകുമ്പോൾ ഒരു കൊട്ടത്താപ്പ് കണക്ക് മാത്രമാണ് കേന്ദ്രം അറിയിക്കുന്നത്. അല്ലാതെ ഓരോ ആശമാരുടെയും ജീവിതത്തിൽ അവരുടെ വരുമാനത്തിൽ ഏത് തരത്തിലുള്ള ഒരു മാറ്റം വരുത്താൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഒരു 500 രൂപയെങ്കിലും കൂടുതലെന്നോ അല്ലെങ്കിൽ 100 രൂപയെങ്കിലും കൂടുതലെന്നോ എന്നുള്ളതാണ് കേരളത്തിൻ്റെ കാതലായ പ്രശ്നം. ഈ കാര്യങ്ങൾ കൃത്യമായ മെമ്മോറാണ്ടം തയ്യാറാക്കി തന്നെയാണ് രാജ്യസഭ കക്ഷി നേതാവ് കൂടിയായിട്ടുള്ള CPI നേതാവ് പി സന്തോഷ് കുമാർ ഇരിക്കുന്നത്. അദ്ദേഹം ഇന്ന് രാവിലെ തന്നെ നമ്മളോട് ഇക്കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അവസരം കിട്ടിയാൽ കേരളത്തിൻ്റെ വാദം പൂർത്തിയാക്കാൻ അവിടെ കേന്ദ്രത്തെ അറിയിക്കാനും ഈ ആശമാരുടെ സമരം ഒത്തുതീർക്കാൻ വേണ്ടിയുള്ള നടപടി എടുക്കണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് കേന്ദ്രത്തെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത്തരം വാർത്തകളാണ് നമ്മൾ ഡൽഹിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്.